Hi students, we have first module completed, third module and fifth module completed. If you have any doubts, okay? So we can move on to the second module, that is biodiversity. What is meant by biodiversity? What are the types? What are the importance? That's the first lecture. In the introduction, our first lecture. So, first we can go into the definition of biodiversity. The Convention on Biological Diversity 1992 has given the definition of biological diversity as the means of variability among living organisms from all sources including inter alia, terrestrial, marine and other aquatic ecosystem and the ecological complexes of which they are a part. This includes diversity within species, between species and of ecosystem. This is a value definition provided Convention of Biological Diversity 1992. But this definition we variability among the living organisms. Pala type of living organisms ഉണ്ട് അതുകളുടെ തമ്മിലുള്ള വേരിയബിലിറ്റി പഠിക്കുക പല സോഴ്സസിൽ. അതെന്തൊക്കെയാണ്? മെറൈൻ ഉണ്ടാവും, ടെറസ്ട്രിയൽ ഉണ്ടാവും, അക്വാട്ടിക് ഉണ്ടാവും. ചിലപ്പോൾ ടെറസ്ട്രിയലും അക്വാട്ടിക്കും ആയിട്ടുള്ള രണ്ട് രീതിയിലുള്ളതുണ്ട്. നമ്മൾ ആമ ക്രൊക്കഡൈലൊക്കെ കാണാറില്ലേ, അത് കരയിലും ജീവിക്കും വെള്ളത്തിലും ജീവിക്കും, അങ്ങനെയാവാം. ആൻഡ് എക്കോളജിക്കൽ കോംപ്ലക്സസ് എന്ന് വെച്ചാൽ പല കാര്യങ്ങൾ അവരുടെ ഒരു ഫുഡ് ചെയിൻ, ഫുഡ് വെബൊക്കെ ഇല്ലേ, പല ആൾക്കാരുമായിട്ട് പല ഓർഗാനിസംസായിട്ട് ഓരോന്നിന് ബന്ധമുണ്ട്. അതും പിന്നെ ഓരോ സ്പീഷീസിനുള്ളിലുള്ള ഡൈവേഴ്സിറ്റി വിത്തിൻ ദ സ്പീഷീസ് ഓർ ബിറ്റ്വീൻ ദ സ്പീഷീസ് ആൻഡ് ഓൺ എക്കോസിസ്റ്റം, ഇതെല്ലാം കൂടെ ഉള്ളൊരു സ്റ്റഡിയാണ് നമ്മൾ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ. ഒരു ബയോളജിയുടെ ഡൈവേഴ്സിറ്റി. സോ ദാറ്റ് ഈസ് ദ വെറൈറ്റി ആൻഡ് വേരിയബിലിറ്റി ഓഫ് ലൈഫ് ഓൺ എർത്ത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ വെറൈറ്റി ആൻഡ് വേരിയബിലിറ്റി ഓഫ് ലൈഫ് ഓൺ എർത്ത്. അതിനെയാണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ ടൈപ്സ് ഉണ്ട്. പല ടൈപ്പ് ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. ഓഫ് വിച്ച് ദ ത്രീ മേജർ ആർ: ഫസ്റ്റ്, ജനറ്റിക് ഡൈവേഴ്സിറ്റി. ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ തന്നെ, ഓർഗാനിസം തന്നെ, ഇപ്പം ഹ്യൂമൻ ബീയിങ്സിന് തന്നെ കൺസിഡർ ചെയ്താൽ ഹ്യൂമൻ ബീയിങ്സ് പലവരും പല രീതിയിലാണ്. ബിക്കോസ് ദർ ഇസ് ഡൈവേഴ്സിറ്റി. ഞാൻ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കില്ല നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത്. അതിൽ ജനറ്റിക്സ് ആയിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ എൻ്റെ ഹൈറ്റ് ആയിരിക്കില്ല നിങ്ങളുടെ ഹൈറ്റ്, എൻ്റെ കളറായിരിക്കില്ല നിങ്ങളുടെ കളർ, അങ്ങനെ പല രീതിയിലുള്ള നിങ്ങളുള്ളിൽ തന്നെ ഒരു ഏജ് ഗ്രൂപ്പ് ഉള്ളവരാണ് ഒക്കെയെങ്കിലും പല പല ഡൈവേഴ്സിറ്റീസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ DNA, RNAയുടെ കോംപ്ലക്സ് അതിൻ്റെ അറേഞ്ച്മെൻറ്റിനനുസരിച്ചാണ് ഈ ചേഞ്ച് ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് ദ ഡൈവേഴ്സിറ്റി വിത്തിൻ ദ സ്പീഷീസ്. ഒരേ സ്പീഷീസാണ്, ഹോമോസാപ്പിയൻസ് എന്ന സ്പീഷീസാണ് ഓരോ ഹ്യൂമനും, പക്ഷേ അതിനുള്ളിൽ തന്നെയുള്ള വ്യത്യാസം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈപ്പ്. ദെൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഇപ്പോൾ ചില പ്ലാന്റ്സ് കാണാറുണ്ട് ഒരേ ഇനത്തിൽപ്പെട്ടതായിരിക്കും. ഇപ്പം കപ്പ തന്നെ കാട്ടുകപ്പയുണ്ട്, അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള കപ്പയുണ്ട്. ഇത് രണ്ടുപേരുടെയും ജീനസ് സെയിമാണ്, പക്ഷേ സ്പീഷീസ് വ്യത്യാസം. നമ്മളൊരു ബയോളജിക്കൽ നെയിം കാണാറില്ലേ, ജീനസ്, സ്പീഷീസ്. ഇപ്പോൾ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ഹോമോ എന്ന് കിടക്കുന്ന ജീനസ് ആണ്, അതേപോലെ സാപ്പിയൻസ് എന്നുള്ളത് സ്പീഷീസാണ്. അപ്പം ഇതിലെ ജീനസ് സെയിം ആണ്, ബട്ട് സ്പീഷീസ് മാറി വരും. ഇപ്പം നമ്മുടെ പൂച്ചയും അതേപോലെ ടൈഗർ, ഇവർ രണ്ടുപേരും ഒരേ ജീനസിൽ പെട്ടതാണ്, ഫെലിക്സ് എന്ന ജീനസിൽ പെട്ടതാണ്. പക്ഷേ രണ്ടുപേരുടെയും സ്പീഷീസ് വ്യത്യാസം, അവർ രണ്ടുപേരെ കാണാൻ വ്യത്യാസമാണ്, എല്ലാം ഉണ്ട്. ദിസ് ഇസ് കോൾഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ദാറ്റ് ഇസ് ബിറ്റ്വീൻ ദ സ്പീഷീസ്. തേർഡ് വൺ ഇസ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എക്കോസിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്, മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, അങ്ങനെ പല പല, അതേപോലെ ചെടികളുണ്ട്. അങ്ങനെ പല ചെടികളിൽ തന്നെ ട്രീസ് ഉണ്ട്, ഷ്രബ്സ് ഉണ്ട്, പെരനിയൽസ് ഉണ്ട്, അല്ലെങ്കിൽ ക്രീപ്പേഴ്സ് ഉണ്ട്, അങ്ങനെ പല ഇനം ഉണ്ട്. സോ ദീസ് ഡിഫറൻസ് ആർ കോൾഡ് ecosystem diversity. So in total there are three types of biodiversity, that are genetic diversity, species diversity and ecosystem diversity. Now ഈ ഡൈവേഴ്സിറ്റി എന്തിനാണ്, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്തിനാണ്, ദാറ്റ് ഇസ് വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. നമ്മളിങ്ങനെ ഡൈവേഴ്സിറ്റിയെ പറ്റി പഠിക്കുന്നു, അത് കൺസേർവ് ചെയ്യണമെന്ന് പറയുന്നു, ബട്ട് അതെന്തിനു വേണ്ടിയിട്ടാണ്, അതാണ് ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് വൺ, വൈൽഡ് ലൈഫ് സപ്പോർട്ട്
ഹെൽത്തി എക്കോസിസ്റ്റം ദാറ്റ് വി റിലൈ ഓൺ. വൈൽഡ് ലൈഫ് എന്ന ഒരു ഗ്രൂപ്പ് നമ്മുടെ ഫോറസ്റ്റുകളിൽ മൃഗങ്ങളും വൈൽഡ് ലൈഫായിട്ടുള്ള ലയൺ, ടൈഗറൊക്കെ വേണം. എന്നാൽ മാത്രമേ എക്കോസിസ്റ്റത്തിനൊരു ബാലൻസ് ഉണ്ടാവുള്ളൂ. ഒരു എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് തൊട്ട് പ്ലാന്റ്സ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ദെൻ കൺസ്യൂമേഴ്സ് കഴിഞ്ഞാൽ ആരാ, ഡീകമ്പോസേഴ്സ് ആൻഡ് ഓൾസോ സ്കാവഞ്ചേഴ്സ്. അങ്ങനെ എല്ലാ ടൈപ്പ് ആൾക്കാർ, എല്ലാ കാറ്റഗറി ഓർഗാനിസംസും ഉണ്ടാവണം. പ്ലാന്റ്സ് പ്രൊഡ്യൂസേഴ്സായിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. അത് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ എനർജി നമ്മളിലേക്ക് കിട്ടും. നമ്മളെ കൺസ്യൂം ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ ഡെട്രിവോഴ്സ്, എന്നുവെച്ചാൽ നമ്മൾ മരിച്ചൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്നത് വേംസ് ആയിരിക്കും. ദേ ആർ കോൾഡ് ഡെട്രിവോഴ്സ്. വേംസ്, എർത്ത് വേംസും അതേപോലെ ഓരോന്നായിരിക്കും ഡെട്രിവോഴ്സ്. പിന്നെ സ്കാവഞ്ചേഴ്സ്, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ എക്കോളജിക്കൽ ബാലൻസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ വൈൽഡ് ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹെൽത്തി എക്കോസിസ്റ്റം നിൽക്കുള്ളൂ. നമ്മുടെ സൈക്കിൾ, കുറേ ടൈപ്പ് സൈക്കിൾസ് ഉണ്ട് ഒരു വേൾഡിൽ. ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഒരു കുറേ എൻവയോൺമെൻറ്റിൽ പല ടൈപ്പ് സൈക്കിൾസ് ഉണ്ട്. ദാറ്റ് ഇസ് കാർബൺ സൈക്കിൾ, ന്യൂട്രിയൻ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ്. ഇതെല്ലാം ഇങ്ങനെ സൈക്കിളായിട്ട് വർക്ക് ചെയ്താലേ കാർബൺ ഒരാൾ കൺസ്യൂം ചെയ്യുന്നു, അത് അടുത്തുള്ള ആൾക്ക് പോകുന്നു, അങ്ങനെ മാറി മാറി തിരിച്ച് നമ്മുടെ എക്കോസിസ്റ്റത്തിലൊരു ബാലൻസിൽ നിൽക്കുള്ളൂ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. സെക്കൻഡ്, കീപ്പിംഗ് ബയോഡൈവേഴ്സ് എക്കോസിസ്റ്റം ഇൻ ആക്ട് ഹെൽപ്പ് ഹ്യൂമൻ സ്റ്റേ ഹെൽത്തി. ഈ ഡൈവേഴ്സ് എക്കോസിസ്റ്റം ഉണ്ടെങ്കിൽ തന്നെ ഹ്യൂമൻ ബോഡി ഹെൽത്തി ആയിട്ട് നിൽക്കുള്ളൂ. നമുക്ക് എല്ലാ ടൈപ്പ്, ഇപ്പം ഒരു മനുഷ്യൻ തന്നെ പല സാധനത്തിന് ഫീൽ ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് വി നീഡ് ദ ന്യൂട്രിയൻസ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് പ്രൊഡക്ട്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി നിർത്താൻ വേണ്ടിയിട്ട്, ഹ്യൂമൻ ഹെൽത്ത് നിർത്താൻ വേണ്ടിയിട്ട് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി നമ്മൾ കൺസർവ് ചെയ്യണം. തേർഡ് വൺ, ബയോഡൈവേഴ്സിറ്റി ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി സൊല്യൂഷൻ ടു ക്ലൈമറ്റ് ചേഞ്ച്. ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഒരു മെയിൻ കാരണമാണ് ബയോഡൈവേഴ്സിറ്റിയിൽ. ഫോറസ്റ്റിൽ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. മരങ്ങളൊന്നുമില്ലെങ്കിൽ എന്തായിരിക്കും, ഓക്സിജൻ ഉണ്ടാവില്ല. ഓക്സിജൻ ഉണ്ടാവാതെ മരങ്ങളില്ല, ഫുൾ ഡ്രൈ ആണ് എന്നൊരു സിറ്റുവേഷനാണ് നമ്മുടെ ഡെസേർട്ടിലുള്ളത്. അവിടുത്തെ ക്ലൈമറ്റ് എന്താണ്, ഭയങ്കര ഹാർഡ് ക്ലൈമറ്റാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ കേരള നമ്മൾ പറയുന്നത് റിച്ച്, ഇന്ത്യ തന്നെ മെഗാ ഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു വലിയ കേന്ദ്രമാണെന്നാണ് പറയുന്നത്. ബിക്കോസ് നമുക്കെല്ലാം ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, മൃഗങ്ങളുണ്ട്, എല്ലാം നമ്മൾ കൺസേർവ് ചെയ്യുന്നതുകൊണ്ട് വി ആർ വെരി ഹാപ്പി ഓർ വി ആർ വെരി എൻറിച്ച്ഡ് വിത്ത് ദി ബയോഡൈവേഴ്സിറ്റി. ദാറ്റ്സ് വൈ അവർ ക്ലൈമറ്റ് ഇസ് ഫേവറബിൾ ടു അസ്. ബിക്കോസ് ഇവിടെ തന്നെ നല്ല കൂൾ ക്ലൈമറ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ക്ലൈമറ്റ് ആണ്. ബിക്കോസ് വി ആർ ഹാവിങ് എവറി കൈൻഡ് ഓഫ് ഓർഗാനിസംസ് ഇൻ ദിസ് വേൾഡ് ഇൻ അവർ ഏരിയ. ട്രീസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, എവറിത്തിങ് ഈസ് കൺസേർവ്. ദാറ്റ് ഈസ് എ തേർഡ് വൺ. ആൻഡ് ദ ഫോർത്ത് വൺ, ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദി എക്കോണമി. എക്കോണമിക്ക് തന്നെ ഗുഡാണ്. നമുക്ക് ഓരോ റിസോഴ്സ് ഉണ്ട്, നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. ഇഫ് യു കൺസിഡർ ദ സെയിം ലാൻഡ്, ദാറ്റ് ഈസ് ഇടുക്കി തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ പല ടൈപ്പുള്ള പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും എക്കോണമിക്ക് നല്ലതായിരിക്കും ബയോഡൈവേഴ്സിറ്റി. ആൻഡ് ദ ലാസ്റ്റ് വൺ, ബയോഡൈവേഴ്സിറ്റി ഇസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് കൾച്ചർ ആൻഡ് ഐഡൻറ്റിറ്റി. ബയോഡൈവേഴ്സിറ്റി ഉള്ളിടത്ത് കൾച്ചർ കൂടുതൽ. നമ്മുടെ കൺട്രിയെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് ബിക്കോസ് വി ആർ ഹാവിങ് ഓൾ കൈൻഡ് ഓഫ് റിസോഴ്സസ് ആൻഡ് വി ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് കലാമിറ്റീസ്. ആസ് ഓഫ് കഴിഞ്ഞ വർഷം വരെ നമുക്ക് കലാമിറ്റീസ് ഒക്കെ കുറഞ്ഞൊരു സ്ഥലമായിരുന്നു നമ്മുടെ. നൗ ബട്ട് ഇറ്റ് ഹാസ് ചേഞ്ച് എ ലോട്ട്. സ്റ്റിൽ വി ആർ ഹാവിങ് എ റിച്ച് സോഴ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. സോ ദിസ് ഈസ് ഓൾസോ ആഡിങ് ടു അവർ കൾച്ചർ ആൻഡ് ഐഡൻറ്റിറ്റി. നമ്മുടെ ഇങ്ങോട്ട് കൂടുതൽ ഫോറിനേഴ്സ് വരുന്നത് ബിക്കോസ് വി ആർ വെരി എൻറിച്ച്ഡ് വിത്ത് എക്കോ ടൂറിസം. നമ്മളുടെ മെയിൻ ഒരു ഇൻകം ആയിരുന്നു എക്കോ ടൂറിസം ടിൽ ദിസ് കോവിഡ് സിറ്റുവേഷൻ. ബിക്കോസ് അവേഴ്സ് ഇസ് എ ബയോഡൈവേഴ്സിറ്റി. നമുക്ക് പല കാടുകളും ഒക്കെ നമ്മൾ റിസർവ് ചെയ്ത് വെച്ച് ബയോസ്ഫിയർ ആയിട്ട്, നാഷണൽ പാർക്സ് ആയിട്ട്, സൂസ് ആയിട്ട്, സാങ്ച്വറീസ് ആയിട്ടൊക്കെ നമ്മൾ സേവ് ചെയ്യുന്നതുകൊണ്ടാണ് ഫോറിനേഴ്സ് ആർ അട്രാക്റ്റഡ് ടു reach our nation and visit them, and which is increasing our economy and also giving a good thing in their mind. അവരുടെ മനസ്സിനൊരു ഇഷ്ടമാണ് നമ്മുടെ ഇങ്ങോട്ട് വരാൻ ബിക്കോസ് വി ആർ വെരി റിച്ച് വിത്ത് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, നൗ ഇന്ത്യ, ഇപ്പം ഞാൻ പറഞ്ഞു ഇന്ത്യ ഒരു മെഗാ ഡൈവേഴ്സ് ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു നേഷനാണിത്. ഇൻ വാട്ട് സെൻസ് വി ക്യാൻ സേ
First one, we are having the two major limbs, Paleontaric and the Indo-Malayan. ഇങ്ങനത്തെ രണ്ട് limbs ഉണ്ട് നമുക്ക്. അതേപോലെ 3 biomes are there, that is tropical humid forest are there, the tropical dry desert forest, the warm desert or semi deserts. നമുക്ക് 3 ടൈപ്പ് ഉണ്ട്, ട്രോപ്പിക്കൽ, ടെമ്പറേറ്റ് ആൻഡ് ഡെസേർട്ട് രീതിയിൽ 3 രീതിയിലുള്ള ബയോംസും നമുക്കുണ്ട്. ഇവിടെയുള്ള ഓർഗാനിസംസും വ്യത്യാസമായിരിക്കും. ഒരു നമ്മളുടെ ഏരിയയിൽ നമ്മൾ നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. ഇവിടെയുള്ള പ്ലാന്റ്സ് ഒന്നും അല്ല ഒരു ഡെസേർട്ട് ഏരിയയിലുള്ള പ്ലാന്റ്. they will be having succulent plants. Deserts will be having always succulent plants. Succulent plants are those which can store water in their own plant itself. They will be, if നമുക്ക് തന്നെയുണ്ട്, ഇപ്പം അലോവേരയൊക്കെ ഇല്ലേ, അലോവേര പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിനകത്ത് ഇങ്ങനെ വഴുവഴാന്നിരിക്കുന്ന ഒരു ലിക്വിഡ്, ബിക്കോസ് ദാറ്റ് ഈസ് it's a succulent plant. Such plants are found in the desert area. So we are having 3 types of biomes: temperate, tropical humid, then tropical dry, and also warm deserts. Similarly, there are 2 hotspots. 2 hotspots ഉണ്ട്, which are the western Ghats of the Sri Lanka, Indo-Burman region. These are the 2 hotspots. Then 26 recognized endemic centers are there. Then 6 Ramsar wetlands ഉണ്ട്. Ramsar wetlands കൺസർവേഷൻ, അങ്ങനെ കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു ലോ തന്നെ വന്നിട്ടുണ്ട്, റാംസർ കൺവെൻഷൻ. അതിൽ നമുക്ക് 6 കൺവെൻഷൻസ് ഉണ്ട്, 6 വെറ്റ്ലാൻഡ്സ് ഉണ്ട്, വിച്ച് ആർ ചിൽക്ക ലേക്സ്, ഹരിക ലേക്സ്, ലോട്ട്കട്ട് ലേക്ക്, കേലോഡായ് നാഷണൽ പാർക്ക്, ദെൻ വുലാർ ലേക്ക്, സാമ്പാർ ലേക്ക്, ഇങ്ങനെ ഇത്രയും 6 വെറ്റ്ലാൻഡ്സ് ഉണ്ട്, റാംസർ വെറ്റ്ലാൻഡ്സ്. Similarly, 12 biosphere reserves are there, which are the Nilgiri, Nanda Devi, Nokret, Manas, Sundarbans, Gulf of Mannar, Great Nicobar, Simipal, Dibru, Saikova, Dahang Dabang, Pachmarki, Kanchenjunga. ഇതിൽ നമ്മൾ കുറച്ച് പേര് കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാമാണ് നമ്മളുടെ 12 ബയോസ്ഫിയർ റിസർവ്സ്. ഇതെല്ലാം എല്ലാമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട, ബിക്കോസ് ഇന്ത്യ ആസ് എ ബയോഡൈവേഴ്സിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യമുണ്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യം 2 റെയിൻസ് ഉള്ള കാര്യം, 3 ബയോംസ് ഉള്ളത്, 2 ഹോട്ട്സ്പോട്ട്സ്, സിമിലർലി 26 റെക്കഗ്നൈസ്ഡ് എൻഡമിക് സെൻറ്റേഴ്സ്, ദെൻ റാംസർ വെറ്റ്ലാൻഡ്സ് ആൻഡ് ദീസ് 12 ബയോസ്ഫിയർ റിസർവ്സ്. ഇതിലെ എല്ലാ കാര്യങ്ങളും ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ കുറച്ചെങ്കിലും പോയിന്റ്സ്, മെയിൻ പോയിന്റ്സ് വരെ ഇതിനുള്ളിലുള്ളത് കുറച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. നെക്സ്റ്റ്, ദീസ് ആർ ദി things that our India is having, making it a mega diverse biodiversity. Okay, now ഈ ബയോഡൈവേഴ്സിറ്റി നമുക്ക് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും വി ആർ വെരി വീക്ക് ഇൻ കൺസേർവിങ് ദീസ് ബയോഡൈവേഴ്സിറ്റി. വി ആർ ത്രോയിങ് നമ്മുടെ ലേക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ, ഞാൻ ആ റാംസർ കൺവെൻഷനിൽ കുറച്ച് ലേക്സ് പറഞ്ഞു. ദീസ് ലേക്സ് ആർ ഗെറ്റിംഗ് പൊല്യൂട്ടഡ് ബൈ ദി ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ. അതിനെ ആന്ത്രോപൊജനിക് ഫാക്ടേഴ്സ് എന്ന് പറയും. മാൻമെയ്ഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ പ്രശ്നങ്ങളെയാണ് നമ്മൾ ആന്ത്രോപൊജനിക് ഫാക്ടേഴ്സ്, ആസ് ഡിസ്ക്രൈബ്ഡ് ആസ് ആന്ത്രോപൊജനിക് ഫാക്ടേഴ്സ്. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ ത്രെഡ്സ്. നമ്മൾ ബയോഡൈവേഴ്സിറ്റിക്കെതിരെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി മെൻഷൻ ചെയ്യുന്നത്. ഇത് കാരണം എന്തൊക്കെ സംഭവിക്കുന്നു, നമ്മൾ പൊല്യൂഷൻ കൂട്ടണു, നമ്മൾ വേസ്റ്റ് എല്ലാം കൊണ്ട് വാട്ടർ ബോഡീസിൽ തള്ളുന്നു, കത്തിക്കുന്നു, അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിക്ക് എന്തൊക്കെ സംഭവിക്കുന്നു, ഓർ ഡീഫോറസ്റ്റേഷൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് വി ആർ കട്ടിംഗ് ഡൗൺ ദ ട്രീസ് ഫ്രം മെനി ഫോറസ്റ്റ് ആൻഡ് യൂസിങ് ഇറ്റ് ഫോർ അവർ പർപ്പസ്, ദാറ്റ് ഈസ് കൊമേഴ്ഷ്യൽ പർപ്പസ് ഓർ ഹൗസ് ഹോൾഡ് പർപ്പസ്. വി ആർ converting this wood for our purpose only. So these are disturbing the ecosystem and also the ecological balance. So it will lead to habitat loss and degradation. Habitat loss of many of the animals, because നമ്മൾ ഒരു ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മരങ്ങളെല്ലാം വെട്ടുമ്പോൾ എന്ത് പറ്റും, അവിടെയുള്ള ജീവികൾക്കൊന്നും ജീവിക്കാനുള്ള ഹാബിറ്റാറ്റ് ഇല്ല. വി ആർ ബിൽഡിംഗ് ഇറ്റ് ഫോർ കൺസ്ട്രക്ടിങ് ഹൗസസ് ഫോർ അവർ ഓൺ. പക്ഷെ അവരുടെ വീടിൻ്റെ സ്ഥലമാണ് നമ്മൾ, അവരുടെ കാടും ഒക്കെയാണ് നശിപ്പിക്കുന്നത്. സോ വി ആർ മേക്കിംഗ് ദം ലൂസ് ദ ഹാബിറ്റാറ്റ് ആൻഡ് ഓൾസോ ലീഡ് ടു ഡിഗ്രഡേഷൻ. ലാൻഡ് ഡിഗ്രഡേഷൻ ഉണ്ടാവും. ലാൻഡ് ഡിഗ്രഡേഷൻ മീൻസ് നമ്മൾ ആ ലാൻഡിനെ ബാലൻ ആക്കുക. ഫുൾ ട്രീസൊക്കെ വെട്ടിക്കളയുമ്പോൾ ആ ലാൻഡ് പിന്നെ ഒന്നിനും കൊള്ളാത്ത രീതിയിൽ മാറുന്നു. സെക്കൻഡ്, പോച്ചിങ് ഓഫ് വൈൽഡ് ലൈഫ്. We will be entering into the forest and killing those animals for their skin. നമ്മൾ അവരുടെ പുലിത്തലയൊക്കെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മൃഗങ്ങളെയൊക്കെ കൊന്ന് അവരുടെ തലയൊക്കെ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുക. വി ഹാവ് സീൻ ഇൻ മെനി മ്യൂസിയംസ്, വി ഹാവ് സീൻ റൈറ്റ്, കുറേ പൂത്തിൻ്റെ തല അല്ലെങ്കിൽ
ടൈഗറിൻ്റെ എലിഫൻറ്റിൻ്റെയൊക്കെ തലയൊക്കെ വെട്ടി വെച്ചിരിക്കുന്നു. അവരുടെ ക്ലോസ് ആർ യൂസ്ഡ് ഫോർ സം അതർ പർപ്പസ്. വി ഹാവ് സീൻ ദാറ്റ് ഈസ് കോൾഡ് പോച്ചിങ് ഓഫ് വൈൽഡ് ലൈഫ് ആൻഡ് ഓൾസോ ഫോർ കൺസെപ്ഷൻ. സം യൂസ് ടു ഹണ്ട് മെനി ആനിമൽസ് ആൻഡ് യൂസ് ഫോർ കൺസെപ്ഷൻ ടു. അത് കുറേയൊക്കെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. പീകോക്ക് ഹണ്ടിങ് ഈസ് റെസ്ട്രിക്റ്റഡ്. ദെൻ ചില മാനിനെ ഒന്നും ഹണ്ട് ചെയ്യാൻ പാടില്ല. ബട്ട് മാനിറച്ചി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ മൃഗങ്ങളെയൊക്കെ നശിപ്പിക്കുന്നുണ്ട്, കൊല്ലുന്നുണ്ട്. ബട്ട് ദീസ് ഓൾ ആർ അഗെയിൻസ്റ്റ് biodiversity conservation. This is also being a threat to the biodiversity. That is the poaching of wildlife. And the third one, man-wildlife conflict. നമ്മളിപ്പോൾ കേൾക്കാറുണ്ട്, നമ്മൾ വയനാട്ടിലോട്ടൊക്കെ പോവുക, വയനാട് റൂട്ട് പോവുക, അങ്ങനെ ഇങ്ങനെ കാടുകളുള്ള സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോൾ ഇപ്പം ഇഫ് വി ആർ മൂവിങ് ഫ്രം our area to Pune side and all, we will be passing through many of the forests in which we will see our road, and on both sides there will be forests, and sometimes we will be seeing some of the animals crossing this road. ചില ആനിമൽസ് ഇങ്ങനെ സീബ്ര അല്ലെങ്കിൽ എലിഫൻ്റ് ഒക്കെ പാസ് ചെയ്യുന്നത് കാണും. ഈ കാണുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഏരിയയിൽ കയറി നമ്മൾ റോഡ് പണിയുകൊണ്ടാണ് അവരിതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത്, അല്ലേ? ദിസ് ഈസ് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. ഇങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നത് സംടൈംസ് വി വോണ്ട് ബി അവെയർ, സംടൈംസ് വി വിൽ ബി ഹിറ്റിംഗ് സം ഓഫ് ദി ആനിമൽസ് ആൻഡ് കില്ലിംഗ് ദം. പിന്നെ അടുത്ത ദിവസം രാവിലെ ആയിരിക്കും അത് നിങ്ങൾ അവിടെ ചെത്ത് കിടക്കുന്നത് കാണുന്നത്. സോ ദിസ് ഇസ് വൺ ഓഫ് ദ തിങ്. That is, we are entering into their wildlife and killing them. This is man-wildlife conflict. പക്ഷേ ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ മാക്സിമം പേര് വീട്ടിലായപ്പോൾ മൃഗങ്ങളെല്ലാം എന്ത് ചെയ്തു? അവരവരുടെ കാട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ നാട്ടിലേക്ക് എത്തിത്തുടങ്ങി. വി ഹാവ് സീൻ സം കേസ് ഇൻ വിച്ച് elephant have entered, tigers have entered the village area, because these village areas were once forests, but we have cleared it for our construction, that household construction, we have cleared them. This is the threat to biodiversity. Now, the major concepts in biodiversity are discussed. First one is endangered species. Endangered species എന്ന് പറഞ്ഞാൽ എന്താണ്? They are considered to be the imminent danger of extinction and whose survival is unlikely. Factors causing this decline continues to operate. ഇവർ എമിനൻറ്റ് ഡേഞ്ചർ ഓഫ് എക്സ്റ്റിൻഷൻ്റെ അറ്റത്ത് കിടക്കുന്ന ആൾക്കാരെയാണ്, അല്ലെങ്കിൽ സ്പീഷീസിനെയാണ് നമ്മൾ എൻഡേഞ്ചർഡ് സ്പീഷീസ് എന്ന് പറയുന്നത്. അവരുടെ സർവൈവൽ ഇനി വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതേപോലത്തെ ക്ലൈമറ്റിക് കണ്ടീഷനും എൻവയോൺമെൻറ്റ് കണ്ടീഷനുമാണ് നിലനിൽക്കുന്നതെങ്കിൽ ദേ വിൽ ഗെറ്റ് എക്സ്റ്റിൻറ്റ് സോ സൂൺ. എക്സ്റ്റിൻഷനിലേക്ക് വക്കത്ത് നിൽക്കുന്നവരെയാണ് എൻഡേഞ്ചർഡ് സ്പീഷീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് വൾണറബിൾ സ്പീഷീസ്. Vulnerable species are those which are under threat, that they may have to be classified as endangered in the near future if causal factors continues to operate. അവരെ നമുക്ക് എൻഡേഞ്ചേർഡ് എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറ്റാം. നമ്മൾ ഇപ്പോൾ ഇവരുടെ ഈ നഷ്ടത്തിന് കാരണമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ത്രെട്ട്, ഇതൊക്കെ കൊണ്ട് ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ദ സ്പീഷീസ് ഇൻ ദ വൾണറബിൾ കാറ്റഗറി വിൽ ബി moved on to the endangered category. Okay, and the next one is rare species. They are very small population species with a very small total population size in the world. In their distribution, they are usually located within restricted habitats or geographical area or scattered in an extensive range. ഇത് വളരെ സ്മോൾ പോപ്പുലേഷനിൽ പെടുന്ന റെയർ, കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അവർ ഒരു സ്പെസിഫിക് ഏരിയയിൽ കുറച്ച് പേരുണ്ടാവും, അല്ലെങ്കിൽ ഒരു വാസ്റ്റ് ഏരിയയിൽ 1-2 പേരുണ്ടാവുന്നു. അങ്ങനെയുള്ള സ്പീഷീസിനെയാണ് റെയർ സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റി ഇറ്റ് വിൽ ഗെറ്റ് വൾണറബിൾ ആൻഡ് ലേറ്റർ ടു എൻഡേഞ്ചർ. സോ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതിയിരിക്കുക. എൻഡേഞ്ചേർഡ് ആർ നിയർ ടു എക്സ്റ്റെൻഷൻ, വൾണറബിൾ almost under threat. They will move to endangered one when the situations are like this. And the third category, rare species. Okay, these are some of the concepts explained in biodiversity. Next, IUCN Red List of threatened species. IUCN Red List of threatened species ഒരു global conservation status ആണ്. That is, it is the world's most comprehensive inventory of the global conservation status of plants and animal species. ആനിമൽ സ്പീഷീസിൻ്റെ ഒരു ലിസ്റ്റ്, ഏതൊക്കെ സ്പീഷീസാണ് ത്രെട്ടൻഡ് ആയിരിക്കുന്നത് എന്നൊക്കെ. അതിൽ പ്ലാന്റ്സും ഉണ്ട്, ആനിമൽസും ഉണ്ട്, എല്ലാ കാറ്റഗറിയും കൂടെ പെടുന്നതിനാണ് IUCN എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. IUCNൻ്റെ ഫുൾ ഫോമാണ് International Union for Conservation of Nature Red List of Threatened Species. Okay,
ദിസ് യൂസസ് കുറേ ക്വാണ്ടിറ്റേറ്റീവ് ക്രൈറ്റീരിയാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഏതൊക്കെ എക്സ്റ്റിൻഷൻ റിസ്കിലാണ് കിടക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ഫ്രം ദിസ് ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ അതോറിറ്റീവ് ഗൈഡ്. നമുക്ക് ബയോഡൈവേഴ്സിറ്റി എങ്ങനെ കൺസേർവ് ചെയ്യണം, ആരെയാണ് കൺസേർവ് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ തരാൻ നമുക്ക് IUCN റെഡ് ലിസ്റ്റ് യൂസ് ചെയ്യാം. അറ്റ് പ്രസൻറ്റ് ദെർ ആർ 1672 animal species which are listed in 4 categories. പല രീതിയിലുണ്ട്, എൻഡേഞ്ചേർഡ്, വൾണറബിൾ, റെയർ, അങ്ങനെ ഓരോ കാറ്റഗറിയിലായിട്ട് ഡിവൈഡ് ചെയ്ത് 1672 ആനിമൽ സ്പീഷീസ് ഉണ്ട്. സിമിലർലി 20,000 to 25,000 vascular plants are there which are mentioned in these, and also 15,718 threatened plant species are there. Okay, 15,718 of which are threatened. So these are some of the statistics of IUCN Red List. കുറച്ചുകൂടി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ റിയൽ ഡേറ്റ. പലതും എന്തൊക്കെ ഡേറ്റ ആണെന്നുള്ളത് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. സോ ഫോർ യു ഇറ്റ് ഇസ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയാൽ മതി. സോ റെഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ എഴുതുന്നതാണ്. എക്സ്റ്റൻഷനിലും കിടക്കുന്ന ആൾക്കാരാരെ, എൻഡേഞ്ചേർഡ് ആയി കിടക്കുന്നത് ഏത് കാറ്റഗറി ആൾക്കാരുടെ, ഇതെല്ലാമാണ് റെഡ് ലിസ്റ്റിൽ വരുന്നത്. ആൻഡ് IUCN മീൻസ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഓക്കെ, ദിസ് ഇസ് ദ മേജർ കൺസെപ്റ്റ്സ് ഇൻ ബയോഡൈവേഴ്സിറ്റി. നൗ ഇനി നമ്മൾ എങ്ങനെയാണ് ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്തിരിക്കുന്നത്? സോ വാട്ട് ഈസ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി? ദ മാനേജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ യൂസ് ഓഫ് ബയോസ്ഫിയർ സോ ദാറ്റ് ഇറ്റ് മേ yield the greatest sustainable benefit to present generation while maintaining its potential to meet the needs and aspirations of future generation. നമ്മളെ ബയോസ്ഫിയറിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് അത് എപ്പോഴും നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യണം. ഒരിക്കലും ഇനി ഭാവിയിലേക്ക് വെച്ചിട്ട് സസ്റ്റൈനബിൾ യൂസ് ഓഫ് റിസോഴ്സ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചർ ജനറേഷന് അവരുടെ ആവശ്യമുള്ളതാണ് എന്ന ടേംസിൽ മാത്രം ലിമിറ്റഡ് യൂസ് ഇപ്പോൾ ചെയ്യുന്നു. അതിനെയാണ് സസ്റ്റൈനബിൾ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ബയോഡൈവേഴ്സിറ്റി യൂസ് ചെയ്യേണ്ടി വരും, അല്ലാതെ നമുക്ക് ബയോഡൈവേഴ്സിറ്റി ഇല്ലാതെ ഫുൾ അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റില്ല. വി മേ ഹാവ് ടു കട്ട് സം ട്രീസ്, കട്ട് സം, കിൽ സം ആനിമൽസ് എല്ലാം ചെയ്യണം, പക്ഷേ അതെല്ലാം സസ്റ്റൈനബിളി ആയിരിക്കണം ചെയ്യുന്നത്. ദിസ് ഈസ് വാട്ട് ഇസ് കോൾഡ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ കൺസിഡർ ചെയ്തിട്ട് വി ആർ യൂസിങ് ദ പ്രസൻറ്റ് ബയോഡൈവേഴ്സിറ്റി. സോ വൈൽഡ് ലൈഫ് കൺസർവേഷൻ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് കൺസേർവ് ചെയ്യാം. ഇൻസിറ്റു ആയിട്ടും കൺസേർവ് ചെയ്യാം, എക്സിറ്റു ആയിട്ടും കൺസേർവ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ ഇസ് ഇൻസിറ്റു. ഇൻസിറ്റു ആയിട്ട് എങ്ങനെയാണ് നമ്മളൊരു വൈൽഡ് ലൈഫിനെ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യുക? ഫസ്റ്റ് ഇസ് നാഷണൽ പാർക്ക്. നാഷണൽ പാർക്ക് നമ്മൾ കേൾക്കാറില്ലേ? നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇൻസിറ്റു, I will explain what is in-situ and ex-situ in first. In-situ means conservation of animals in its natural ecosystem or even in man-made ecosystem. നമ്മൾ നാച്ചുറൽ റിസോഴ്സസിനെ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ നമ്മൾ ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യുന്നതിനെയാണ് ഇൻ-സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ വൈൽഡ് ഫോണേനെ ഒക്കെ കൺസേർവ് ചെയ്യും, ആനിമൽസിനെ പ്ലാന്റ്സിനെയും കൺസേർവ് ചെയ്യും. ഓക്കെ, ആൻഡ് നോട്ട് ദിസ് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്. ഇപ്പോൾ പശുവിനെയും കാളയൊന്നും കൺസേർവ് ചെയ്യുന്നതല്ല ഇൻസിറ്റു കൺസർവേഷൻ. വൈൽഡ് ലൈഫ് ആയിട്ടുള്ള ലയൺ, എലിഫന്റ്, ടൈഗർ അവരെയൊക്കെ കൺസേർവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് എ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിരിക്കും, അതിനെ നമുക്ക് പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് പറയാം. സോ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് an area of land and or sea specially dedicated to the protection and maintenance of biological diversity and of natural and associated cultural resources and managed through legal or other effective means. പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ അത് കൺസേർവ് ചെയ്യുന്നതായിരിക്കണം, സ്പെഷ്യലി ലാൻഡ് ആവും അല്ലെങ്കിൽ സീ ആയിരിക്കാം, ബയോഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദർ ആർ ഡിഫറെൻറ്റ് കാറ്റഗറീസ്. അതാണ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് national parks. അതിൽ national parks are the large areas of public land set aside for native plants, animals and the places in which they live. നാഷണൽ പാർക്സ് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഗിർ നാഷണൽ പാർക്ക്, ഗുനാഹർ ഡിസ്ട്രിക്ട്, ഗുജറാത്ത്, അതൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന നാഷണൽ പാർക്സിലൊക്കെ നമ്മൾ കാണാറുണ്ട് പാർക്കുകൾ. അതിനകത്ത് എന്തായിരിക്കും, നമ്മൾ ഒരു ലാൻഡ് ആയിരിക്കും, പബ്ലിക് ലാൻഡ് ഏരിയ ആയിരിക്കും, അതിൽ പ്ലാന്റ്സ് ഉണ്ടാവും, ആനിമൽസ് ഉണ്ടാവും, പല ടൈപ്പിലുള്ള പ്ലാന്റ്സും ഉണ്ടാവും, പ്ലേസസും ഉണ്ടാവും.
This protect the places of natural beauty. Natural beauty ഉള്ള പ്ലേസസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നാച്ചുറൽ പാർക്സ് ഉള്ളത്. They protect places important to the native people and places that show how people lived in the past. പണ്ട് എങ്ങനെയാണ് ആൾക്കാർ ജീവിച്ചതെന്നെല്ലാം ഇതിലൊരു മോണുമെൻ്റ് പോലെയാണ് നാഷണൽ പാർക്സിനെ നിർത്തിയിരിക്കുന്നത്. വി ഡോണ്ട് മേക്ക് സംതിങ് ഡിഫറെൻറ്റ് ഇൻ ദോസ് ഏരിയാസ്. പീപ്പിൾ ലീവ് ആൻഡ് വർക്ക് ഇൻ നാഷണൽ പാർക്സ് ആൻഡ് ഫാമേഴ്സ് വില്ലേജസ് ആൻഡ് ടൗൺസ് ആർ പ്രൊട്ടക്റ്റഡ് അലോങ് വിത്ത് ദ ലാൻഡ്സ്കേപ്പ് ആൻഡ് വൈൽഡ് ലൈഫ്. ഇപ്പോൾ അവിടെ നാഷണൽ പാർക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ജസ്റ്റ് ആനിമൽസ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് മാത്രമല്ല, ഒരു ഫോണയുടെ മാത്രം ഏരിയ അല്ല. ഇറ്റ് ഷുഡ് ബി വിത്ത് ഫ്ലോറ ആൻഡ് ഫോണ, പ്ലാന്റ്സും ഉണ്ടാവണം ആനിമൽസും ഉണ്ടാവണം. അങ്ങനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈൽഡ് ലൈഫ് ആൻഡ് ദ ലാൻഡ്സ്കേപ്പ് ആർ പ്രൊട്ടക്റ്റഡ് ഇൻ എ നാഷണൽ പാർക്ക്. ദ നാഷണൽ പാർക്കിലേക്ക് നമ്മൾ വിസിറ്റേഴ്സ് ഉണ്ടാവും. അങ്ങനെ കുറേ ആൾക്കാർക്ക് എന്തായിരുന്നു പണ്ടുണ്ടായിരുന്നത്, ഇങ്ങനെ ആനിമൽസിനെ കാണാനും എല്ലാം പറ്റും. ദിസ് and one example is Gir National Park of Gunagar district, Gujarat. Next, wildlife sanctuary. Wildlife sanctuary or in-situ conservation technique ആണ്, of which it is a place of refuge where endangered, abused, injured or indigenous wildlife may live without pressure. ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ എന്ന് പറഞ്ഞാൽ കൂടുതലും ഒരു റെഫ്യൂജ് ഏരിയ ആയിട്ട് പറയാം. എൻഡേഞ്ചർഡ് ആയിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എക്സ്റ്റൻഷനിലേക്ക് അടുത്തിരിക്കുന്ന ആനിമൽസിനെ, അതുപോലെ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ട് കാട്ടിൽ നിന്ന് നമുക്ക് ഇഞ്ചേർഡ് ആയിട്ട് കിട്ടിയ ഒരു ആനിമലിനെ, അല്ലെങ്കിൽ ഇൻഡിജിനസ് വൈൽഡ് ലൈഫ്. ഇപ്പം നമ്മളുടെ പഴയ കുരങ്ങുകളുടെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഈ ടൈപ്പ് കുരങ്ങ് കുറേ പേരുകളുണ്ടല്ലോ. അങ്ങനെ ഇൻഡിജിനസ് ആയിട്ടുള്ള വൈൽഡ് ലൈഫിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് വയ്ക്കുന്നത്. ആൻഡ് ഇൻ ദിസ് ട്രൂ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൽ ബ്രീഡിംഗ് ഒന്നും ഉണ്ടാവത്തില്ല. എന്ന് വെച്ചാൽ അതെല്ലാം ഇൻഡിജിനസ് അല്ലേ. അപ്പം അതിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഒരുമിച്ച് ഉണ്ടാവണമെന്നില്ല. ഇഞ്ചേർഡ് ആയിട്ടുള്ള ഒരാളെയൊക്കെ ആയിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ കൂടുതലും ബ്രീഡിങ് നടന്ന് പുതിയ ഉണ്ടാവുന്നുണ്ടാവില്ല. അതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റിന് യൂസ് ചെയ്യില്ല അവരെ ഒരിക്കലും വിൽക്കുന്നതായിരിക്കില്ല. സെയിൽ ഉണ്ടാവില്ല, ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവില്ല, ഇതൊന്നും ഉണ്ടാവില്ല. ബട്ട് എ ട്രൂ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഓൾവേസ് പ്രൊവൈഡ്സ് ഒരു സേഫ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും ഈ റെഫ്യൂജ്ഡ് ആയിട്ടുള്ള ആനിമൽസിന് കൊടുക്കുന്നത്. രക്ഷപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസ് എല്ലാം അല്ലേ അവിടെ. അപ്പോൾ അവർക്കൊരു സേഫ് ഹെൽത്തി ഒരു ഏരിയ ആയിരിക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഫോർ എക്സാമ്പിൾ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. Third one is Biosphere Reserve. It is also an undisturbed natural area dedicated to the conservation of biological diversity and genetic integrity of animals, plants and microorganisms in their totality. ഇത് റിസർച്ചിന് വേണ്ടി, ഹാബിറ്ററ്റ് പ്രിസർവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ബയോസ്ഫിയർ റിസർവ്സ് വെച്ചിരിക്കുന്നത്. അൺഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ആരും കയറി വരത്തില്ല. ഇപ്പം നാഷണൽ പാർക്സിൽ ആൾക്കാർ കയറുന്നതാണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നതാണ്. ബയോസ്ഫിയർ റിസർവ്സിൽ ആരും കയറില്ല. ഇറ്റ് ഇസ് അൺഡിസ്റ്റർബ്ഡ്. ദീസ് ഏരിയാസ് ഹാവ് ബീൻ സെറ്റ് അസൈഡ് ഫോർ റിസർച്ച്, എക്കോളജിക്കൽ റിസർച്ചിന് വേണ്ടിയിട്ട്, അതേപോലെ ഹാബിറ്ററ്റ് പ്രിസർവേഷനും വേണ്ടിയിട്ട് അണ്ടർ കൺട്രോളിൽ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ അനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏരിയയാണ് ബയോസ്ഫിയർ റിസർവ്സ്. സോ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും എക്കോസിസ്റ്റത്തിൻ്റെ ഓരോരോ സാമ്പിൾസ് അവിടെ ഉണ്ടാവും. ദാറ്റ് ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസ് ഓഫ് ഓൾ ഓർഗാനിസംസ് ഇൻ ദ വേൾഡ്. അത് മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മൾ ബയോസ്ഫിയർ റിസർവ്സ്. ദെൻ ടു പ്രൊവൈഡ് ലോങ് ടേം ഇൻ-സിറ്റു കൺസർവേഷൻ ഓഫ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. ലോങ് ടേം കൺസർവേഷൻ ഓഫ് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇവിടെ നടക്കും. ദെൻ പ്രൊമോട്ട് നാച്ചുറൽ ഏരിയാസ് ഫോർ ബേസിക് ആൻഡ് അപ്ലൈഡ് റിസർച്ച് ഇൻ ദി എക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റൽ ബയോളജി. ഒരു റിസർച്ചിന് വേണ്ടി ഇത് അൺഡിസ്റ്റർബ്ഡ് ആണ്. ഇപ്പോൾ ബ്രീഡിങ്ങോ എല്ലാ കാര്യങ്ങളും ബയോസ്ഫിയർ റിസർവ്സിൽ ചെയ്യാം. സോ ഇറ്റ് ഇസ് എ area of research. Then it provides opportunity for environmental education and training. Environment പറ്റി പഠിക്കാനല്ല, ബയോസ്ഫിയർ റിസർവിൽ എല്ലാത്തിൻ്റെയും ഒരു സാമ്പിൾസ് ഉണ്ട്. സോ വി ക്യാൻ സ്റ്റഡി ബെറ്റർ ഓൺ വിസിറ്റിംഗ് എ ബയോസ്ഫിയർ റിസർവ്. അവിടെ റിസർച്ച് ചെയ്യുന്നവർക്ക് അതൊരു പഠന വിഷയമായിട്ട് എടുക്കാൻ പറ്റും. ദാറ്റ് ഇസ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ആൻഡ് ഇന്ത്യാസ് ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി, വെസ്റ്റേൺ ഘാട്സിലെ നീലഗിരി, വിച്ച് കവേഴ്സ് ഏരിയാസ് ഇൻ തമിഴ്നാട്, കേരള, കർണാടക. ഇതെല്ലാം നീലഗിരിയുടെ കുറച്ച് ഭാഗങ്ങളായിട്ട് കൊള്ളുന്നുണ്ട്. സോ ദിസ് ഇസ് കോൾഡ് ബയോസ്ഫിയർ റിസർവ്. ആൻഡ് അനദർ വൺ ഇസ് ജീൻ സാങ്ച്വറീസ്. ജീൻ സാങ്ച്വറീസും ഒരു ഇൻസിറ്റു കൺസർവേഷൻ ടെക്നിക്കാണ്. ജീൻ സാങ്ച്വറീസിൽ എന്താണ് ഉണ്ടാകുന്നത്? ജീൻ സാങ്ച്വറീസ് നമ്മൾ ഓരോ സ്പീഷീസിൻ്റെയും ജീൻ പൂള് കളക്ട് ചെയ്ത് വയ്ക്കും.
ജീൻ പൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിംഹത്തിൻ്റെ ഒരു മെയിൽ വെറൈറ്റിയുടെ ആണെങ്കിൽ അവരുടെ ഒരു കുറച്ച് ജീൻ പൂൾസ് വയ്ക്കും, ഫീമെയിലിൻ്റെ ആണെങ്കിൽ കളക്ട് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിസർച്ച് പർപ്പസ് ആൻഡ് ഫോർ ബ്രീഡിംഗ് പർപ്പസ്. നമ്മൾ ഇത് ഉപയോഗിച്ച് ബ്രീഡിംഗ് ചെയ്യിപ്പിക്കും ബാക്കി ആനിമൽസിനെ ടു കൺസേർവ് ദിസ് ബയോഡൈവേഴ്സിറ്റി ഫോർ അവർ ഫ്യൂച്ചർ ജനറേഷൻ. ഇതെല്ലാമാണ് ഇൻസിറ്റ്യൂ ടെക്നിക്സ്. So for today we have studied what is biodiversity, then the types, then what is the importance, then India ഒരു biodiversity nation എന്ന് പറയാൻ കാരണം എന്ത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, what are causing as the threat of biodiversity, what are the major concept, what is IUCN Red List, and what are the concept എന്ന് വെച്ചാൽ IUCN Red Listലുള്ള കാറ്റഗറി ഓഫ് സ്പീഷീസ് ഏതാണ്, then what are the methods of conservationൽ in-situ conservation മാത്രം. So for today I am ending my session. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. For today നിങ്ങൾക്ക് പ്രത്യേകിച്ച് അസൈൻമെൻറ്റ്സ് ഒന്നും ഞാൻ തരുന്നില്ല. So that's all for the day. Thank you.